ഇടയാക്കി എന്നാരോപിച്ചാണ് കേസ്. മന്ത്രിയെ കാണാൻ ശ്രമിച്ച ജീവനക്കാരെ CPM നേതാക്കൾ തടഞ്ഞത് ബഹളത്തിനിടയാക്കിയിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ കണ്ടാൽ അറിയാവുന്ന ജീവനക്കാർക്കെതിരെയാണ് കേസെടുത്തത്. തലപ്പത്ത് വനിതകൾ. പ്രസിഡന്റായി ശ്വേത മേനോനെ തിരഞ്ഞെടുത്തു. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. താരസംഘടന അമ്മയുടെ തലപ്പത്ത് വനിതകൾ. വിവരങ്ങളുമായി വിനയ രാജ്. വിനയ, അല്പസമയത്തിനകം തന്നെ വാർത്താ സമ്മേളനം ആരംഭിക്കും. ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കും അല്ലെ? ഇപ്പോൾ അമ്മ ഭാരവാഹികൾ സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. തീർച്ചയായും വൃന്ദ, എന്തായാലും ഓരോരുത്തരും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്ത് വരുന്ന താരങ്ങളുടെ പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വനിതകൾ തലപ്പത്തേക്ക് വരട്ടെ എന്ന് തന്നെയാണ് പ്രധാനമായും പറയുന്ന കാര്യം. ഈ താരങ്ങളടക്കം തന്നെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു, അതിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു അമ്മ സംഘടനയിലടക്കം തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും നിരവധിയായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ വരുന്നു. കേസ് കൊടുക്കുന്നു, മെമ്മറി കാർഡ് വിവാദം, കൂടാതെ ശ്വേത മേനോനെതിരെ പരാതിപ്പെടുന്നു. ശ്വേത മേനോൻ കോടതി കയറേണ്ട അവസ്ഥയിലേക്ക് അടക്കം തന്നെ എത്തുന്നു. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് മത്സരം നടക്കുന്നത്. ഇന്ന് രാവിലെ 10 മണി മുതലായിരുന്നു ഈ വോട്ടെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. 10 മണി മുതൽ 1 മണി വരെയായിരുന്നു ഈ വോട്ടെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയായിരുന്നു ഈ വോട്ടെണ്ണൽ നടന്നിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ താരസംഘടനയായ അമ്മയുടെ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ ശ്വേത മേനോൻ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മേനോനെ തിരഞ്ഞെടുത്തു. കഴിവ് ഇന്ന് എത്ര വലിയ സ്ഥാനത്ത് സ്ത്രീകൾ ഇരിക്കുന്നു. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ തെറ്റായ രീതിയിൽ കൂടെ ഇലക്ഷൻ ജയിക്കുക, അത് അവിടെ മാത്രമേ ഞാൻ എതിര് പറയുന്നുള്ളൂ. തെറ്റായ രീതി ഞാനിപ്പോൾ എൻ്റെ കാര്യം തന്നെ പറയാമെങ്കിൽ എന്നെക്കുറിച്ച് വളരെ അനാവശ്യമായ ചില അപവാദങ്ങളൊക്കെ പരത്തി ഉള്ള മഞ്ഞപ്പത്രങ്ങളിലും മഞ്ഞ TV-കളിലും ഒക്കെ കൊണ്ടുവന്ന് വേണ്ടാത്ത ഏതോ ഒരു സുഹൃത്തിന് അയച്ച ഒരു വർഷം മുമ്പ് അയച്ച മെസ്സേജ് എടുത്ത് ഒരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് നിരത്തി. അത് അങ്ങനെ സംഘടനയ്ക്കുള്ളിലുള്ളവർ ചതിക്കുന്നത് നമുക്കറിയില്ലല്ലോ. അതിപ്പം നമുക്ക് ഇതിനകത്ത് ആര് നല്ലവൻ ആര് മോശപ്പെട്ടവെന്ന് പറയാൻ പറ്റില്ലല്ലോ. ചതിച്ചവൻ എന്ത് ചെയ്യാൻ പറ്റും? അത് ഒരു ആത്മാവിനെ കൊല്ലുന്ന തുല്യമല്ലേ. ഒരു മനുഷ്യനെ കൊല്ലുന്നതിൽ അപ്പുറമല്ലേ ഒരു ആത്മാവിനെ കൊല്ലാന്നുള്ളത്. ഒരു ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുക. ഞാൻ ഇന്ന് വരെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ 50 വർഷമായി ഫിലിം ഫീൽഡിൽ വന്നിട്ട് 74 വന്ന ആളാണ്. ഇനി വലിയവനാണെന്നും പറയുന്നില്ല. സിനിമ ഇൻഡസ്ട്രിയിൽ അത്രയും വലിയൊരു സ്റ്റാറൊന്നുമല്ല ഞാൻ, അതെനിക്ക് സ്വയം അറിയാം. പക്ഷെ എന്നാലും ഒരു മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ അവർ കാണിച്ചത്, ഏറ്റവും വലിയ ക്രൂരത. രണ്ട് അല്ലല്ലോ, വേറെ ഉണ്ടല്ലോ. 4-5 പേര് വേറെ വന്നിട്ടല്ലോ, കമ്മിറ്റിക്കകത്തും ഉണ്ടല്ലോ. അതെ അത് അവർ നന്നായിട്ട് നയിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. രണ്ടുപേരും നല്ല കഴിവുള്ളവരാണ്. ശ്വേത മേനോനാണെങ്കിലും കുക്കു പരമേശ്വരനാണെങ്കിലും എല്ലാം കൊണ്ടും നല്ല കഴിവുള്ള വ്യക്തികളാണ്. ആ പരാതി ഞാൻ കൊണ്ടിട്ട് സൈബർ സെല്ലിൽ കൊടുത്തു. അവർക്ക് അതിനെക്കുറിച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഇവിടുത്തെ വലിയൊരു മുഖ്യൻ തന്നെയാണ്. പേര് ഞാനിപ്പോ അങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. അല്ല, ജയൻ ചേർത്തല അങ്ങനെ ഒരു കുറ്റം ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ജയൻ ചേർത്തല ചെയ്തിട്ടില്ല. ഇത് എവിടെയോ ലീക്ക് ചെയ്ത് പോയി. ഇതിനകത്ത് കളിക്കുന്ന പലരും ഉണ്ട്, വലിയ കളിക്കാരുണ്ട്. അവർക്ക് അവരുടെ ആൾക്കാരെ വെച്ച് തന്നെ ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണം. എന്തായാലും ഔദ്യോഗികമായി ഇപ്പോൾ പത്രസമ്മേളനം നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുണ്ടായിരുന്ന നാസർ ലത്തീഫ് തന്നെയായിരുന്നു. ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അമ്മ പ്രസിഡന്റായി ശ്വേത മേനോനെ തെരഞ്ഞെടുത്തു. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. താരസംഘടന അമ്മയുടെ തലപ്പത്ത് ഇനി വനിതകൾ നയിക്കും.
ദേവനും ശ്വേതാ മേനോനുമായിരുന്നു അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. ഇതിൽ ദേവനെ പിന്തള്ളിയാണ് ശ്വേതാ മേനോന്റെ ജയം. അമ്മ സംഘടനയുടെ ചരിത്ര മുഹൂർത്തം കൂടിയാണ് ഇത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്കായി വനിത എത്തുന്നത്. ഒപ്പം തന്നെ മറ്റ് സ്ഥാനങ്ങളിലേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിലേക്ക് അടക്കം വനിതകൾ എത്തി എന്നുള്ളതും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒന്ന് തന്നെയാണ്. ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരൻ നയിക്കും. അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിച്ച ശ്വേതാ മേനോൻ വിജയിച്ചിരിക്കുന്നു. ട്രഷറർ സ്ഥാനത്ത് ഉണ്ണി ശിവപാൽ ജയിച്ചു. ഉണ്ണി ശിവപാലും അനൂപ് ചന്ദ്രനും തമ്മിലുള്ള മത്സരത്തിലാണ് ഉണ്ണി ശിവപാൽ ജയിച്ചത്. വനിതകൾ ഇനി തലപ്പത്തേക്ക്. ശ്വേതയ്ക്കും കുക്കുവിനും വൻ വിജയമാണ്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ നടക്കും. അതേസമയം ഇത്തവണത്തെ പോളിംഗിൽ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ 357 പേർ വോട്ട് ചെയ്തിരുന്നു. 70% പോളിംഗ് ആണ് ഇക്കുറി. കടുത്ത മത്സരം നടന്നിട്ടും പോൾ ചെയ്തത് 298 വോട്ടുകൾ മാത്രമാണ്. 12% വോട്ടിംഗ് ആണ് ഇത്തവണ നടന്നിട്ടുള്ളത്. അതിൽ 500-ൽ പരം അംഗങ്ങളുള്ള അമ്മ സംഘടനയിൽ നിന്നാണ് 298 വോട്ടുകൾ മാത്രം ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 12% ഇടിവാണ് ഇത്തവണത്തെ വോട്ടിംഗിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമ്മ പോളിംഗിൽ ശതമാനത്തിൽ കനത്ത ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണ 70% പോളിംഗ് നടന്നുവെങ്കിൽ ഇത്തവണ വെറും 12% ഇടിവാണ് പോളിംഗിൽ അടക്കം ഉണ്ടായിട്ടുള്ളത്. സംഘടനയിലെ ജഗദീഷ് സംസാരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. നല്ല രീതിയിലുള്ള ഒരു ഇലക്ഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഈ ഇലക്ഷന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാനായി ഇതിന്റെ റിട്ടേണിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് മനോജ് ആൻഡ് ഹിസ് ടീം അവരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവര് ഇലക്ഷൻ അനൗൺസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പ്രോസസ് എന്താണെന്നുള്ളത് നമ്മൾ അപ്പോൾ പറയുന്നതാണ്. ഇപ്പോൾ ലെറ്റ് മീ കോൾ അപ്പോൺ സ്റ്റേജ് അഡ്വക്കേറ്റ് മനോജ് ആൻഡ് ഹിസ് ടീം പ്ലീസ്. ഗുഡ് ഈവനിങ്. ഞാനിവിടെ റിസൾട്ട്സ് മാത്രം അനൗൺസ് ചെയ്യാം.